എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ മനുഷ്യരിൽ ഭൂരിഭാഗവും ഈ സഹജീവി സ്നേഹവും സഹാനുകമ്പയും ദീനാനുകമ്പയും ഒക്കെ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ സഹതാപവും സ്നേഹവും ആർദ്രതയും കരുണയും ഒക്കെ ഉള്ള ആളുകളാണ് ഭൂരിഭാഗവും. ഇത്തരക്കാരെ ചൂഷണം ചെയ്ത് ഇല്ലെ കബളിപ്പിച്ച്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പറ്റിച്ച് ജീവിക്കാൻ, ഇല്ലെ ഞങ്ങൾ അങ്ങനെ പറ്റിച്ച് ജീവിക്കുള്ളൂ എന്ന് ഏതോ വാഗ്ദാനം ആർക്കോ കൊടുത്തിട്ട് വന്ന പോലെയുള്ള ചില ആളുകളുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ അടുത്ത നാളിൽ നമ്മൾ പല കാഴ്ചകൾ കാണുന്നുണ്ട്. ഈ ഓരോ കവലകളിൽ അല്ലെങ്കിൽ ഓരോ ജംഗ്ഷനുകളിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാരുണ്യ പദ്ധതിയുടെ പേരിൽ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാനെന്നുള്ള പേരിൽ ഒരു ഫോട്ടോയൊക്കെ വെച്ച് കുറച്ച് ആളുകൾ വന്ന് പാട്ട് പാടുന്നു. അവരുടെ കളക്ഷൻ പിരിക്കുന്നു. അതിനകത്ത് ഭൂരിഭാഗവും ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരിലേക്ക് സഹായ ഹസ്തങ്ങൾ എത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇതല്ലാതെ ഇതിനകത്ത് ശുദ്ധ തട്ടിപ്പുമായിട്ട് ഈ മരണപ്പെട്ടു പോയവരോ ഇല്ലെങ്കിൽ നാട്ടിലില്ലാത്തവരോ ആയിട്ടുള്ള ഫോട്ടോ എടുത്ത് വെച്ച് ചെയ്യുന്ന ആളുകളും ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ അടുത്ത നാളിൽ ഞാനൊരു കാഴ്ച കാണുകയുണ്ടായി. ഒരു വ്യക്തി, അദ്ദേഹം ഒറ്റയ്ക്കാണ്, വേറെ ഗ്രൂപ്പായിട്ടൊന്നുമില്ല, വരുന്നു, ഒരു മൈക്രോഫോണൊക്കെ കൊണ്ടുവച്ച് പാട്ട് പാടുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് രോഗാവസ്ഥകളെ കുറിച്ച് ആളുകൾ വിവരിക്കുന്നു. എനിക്ക് ഇത്ര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ആളുകളുടെ ഒരു കരുണ പിടിച്ചു പറ്റിയിട്ട് ഈ ഇദ്ദേഹം പാട്ട് ആരംഭിക്കുന്നു. നല്ല രീതിയിലുള്ള കളക്ഷൻ എടുക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പൈസ തികഞ്ഞ് കഴിയുമ്പോൾ പുള്ളി പാട്ട് നിർത്തും എന്നൊക്കെയാണ് ഈ പല സ്ഥലത്തും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ അടുത്ത നാളിൽ ഒരു ഒരു വാട്സാപ്പ് കൂട്ടായ്മ അവരുടെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ അവിടെ വിളിച്ചു വരുത്തി ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കുകയും ഒരു പ്രമുഖ യൂട്യൂബർ, പ്രമുഖ എന്ന് പറഞ്ഞാൽ അത്ര പ്രമുഖമൊന്നുമല്ല, ഒരു സാധാരണക്കാരുടെ യൂട്യൂബർ ഇദ്ദേഹത്തിൻ്റെ ഈ കഥകളെല്ലാം കൂടെ വെച്ചൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഈ യൂട്യൂബ് വീഡിയോ അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ നാട്ടിലല്ലാത്ത വിദേശത്തുള്ള, ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇന്ത്യയിലെ മറ്റൊരു ഭാഗത്തുള്ള ഒരു വ്യക്തി ഈ യൂട്യൂബറെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ ആയല്ലോ, പിന്നെ ഇത് നിർത്താൻ മേലെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മാത്രം, അതായത് ഈ വിളിച്ച വ്യക്തി മാത്രം ഇദ്ദേഹത്തിൻ്റെ ചിലവാകും എന്ന് പറഞ്ഞിരുന്ന തുക, അത്രയും തുക ആ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് മനസ്സിലായിട്ട് വിളിച്ചത് യൂട്യൂബർ ഈ കലാകാരനെ വിളിച്ചു, അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ ആയാലും ഇനി ഈ പരിപാടി നിർത്താൻ മേലെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പാട്ട് പാടി നേടിയതാണ്, അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും അവകാശമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു വഴക്കിലേക്ക് എത്തുകയും ക്രമേണ ഞാനിത് നിയമ നടപടി നേരിടും എന്ന ഒരവസ്ഥ വന്നപ്പോൾ ഈ ഇദ്ദേഹം മറ്റൊരു വീഡിയോ ചെയ്ത്, ഈ കലാകാരൻ മറ്റൊരു വീഡിയോ ചെയ്ത്, എനിക്ക് ആവശ്യത്തിന് പൈസയായി, നിങ്ങൾ ഇനി ആരെങ്കിലും എനിക്ക് സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് കാണിച്ചിട്ട് പുള്ളി പറയുന്നത്, ഞാനിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നില്ല, ഈ ഓപ്പറേഷൻ ചെയ്താൽ പലർക്കും സക്സസ് ആകുന്നില്ല, ഇല്ല 40% പോലും അതിനൊരു കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു വെളിച്ചത്തിൽ ഞാൻ ഇത് ചെയ്യുന്നില്ല, ഈ പൈസ തന്ന ആരൊക്കെയാണെന്ന് എനിക്കറിയാം, വേണമെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും ഈ പാട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പൈസ ഇതുപോലെ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു അഴകുഴമ്പൻ വീഡിയോ അങ്ങ് ചെയ്തു വെച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം പാട്ട് പാടുന്നതിനോ പൈസ പിരിക്കുന്നതിനോടൊന്നും നമ്മളെതിരില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ രോഗാവസ്ഥയെ കാണിച്ച് മറ്റുള്ളവൻ്റെ ആർദ്രതയെ, അനുകമ്പയെ, കരുണയെ ചൂഷണം ചെയ്യുന്ന ഈ നടപടികൾ ഇത് ആളുകൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എല്ലാവരെയും അപ്പം ശരിക്കും അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്താതിരിക്കും. ഇപ്പോൾ ഒരു പാട്ടുകാരനെ കാണുമ്പോൾ, ഒരു കലാഗ്രൂപ്പിനെ കാണുമ്പോൾ ഇങ്ങനെ ഈ തട്ടിപ്പുകാർക്ക് പൈസ കൊടുത്തിട്ടുള്ള ആളുകൾ എന്ത് ധരിക്കും? അപ്പം ഇതും ആ കൂട്ടത്തിലേക്ക്, ആ ഗണത്തിലേക്ക് പെടുത്തിക്കൊണ്ട് അവരുടെ ആ സഹായിക്കാനുള്ള മനോഭാവത്തെ ഇല്ലാതെയാക്കുന്ന ഒരു സംവിധാനം എനിക്ക് തോന്നുന്നു. അപ്പം അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിലെ തൊഴിൽ വ്യവസ്ഥകളെ കുറിച്ചൊക്കെ അറിയാം. പലർക്കും ജോലി കിട്ടാനുള്ള സാധ്യത കുറവ്, പലർക്കും ജോലികൾ കിട്ടുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതിന് വിസ തട്ടിപ്പ് എന്ന് പറയുന്നൊരു സംവിധാനങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ പൈസ കൊണ്ട് കൊടുത്ത് പോകുന്നുണ്ട്. അപ്പം ഈ പ്രാദേശികമായിട്ട് ആരെങ്കിലും കുറച്ച് ആളുകളെ കബളിപ്പിച്ചുകൊണ്ട്, ഞാൻ ഇന്ന ക്ഷേത്രത്തിലെ പൂജാരിയാണ്, ഇല്ലെങ്കിൽ ഇന്ന പള്ളിയിലെ അച്ഛനാണ്, ഇല്ലെങ്കിൽ ഇന്ന മോസ്കിലെ മുസ്ലിയാരാണ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പേരിൽ ഈ ആളുകളെ വന്നിട്ട് 8 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, ഇല്ലെങ്കിൽ എത്രയാണോ അവരോട് അത് വാങ്ങിച്ച് അങ്ങനെ ആ പൈസ തട്ടിച്ചെടുക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതന്, ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാൾക്ക് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹം ഈ ബിസിനസ്സായിരുന്നു, ഈ ബിസിനസ്സിലേക്ക് നഷ്ടം വന്നു, എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം, ഇസ്രായേലിലാണ് എനിക്ക് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഇതുപോലെ ഒരു അവതാരകർ വരികയും അവരിൽ ചെന്ന് പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമായ പശുക്കളെ എല്ലാം വിറ്റു. പോകാനുള്ള കാര്യങ്ങളിൽ റെഡിയായി, ഉള്ള പൈസ കൊടുത്തു. ഈ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പിന്നെ കുറച്ച് കൃഷിസ്ഥലമുണ്ട്. ഈ കൃഷിസ്ഥലത്തേക്ക് ജോലിന് 9 വർഷത്തേക്ക് ലീസിന് കൊടുത്തു. ഈ 9 വർഷത്തേക്ക് ഈ ലീസിന് കൊടുത്ത് ഈ പൈസയും കൂടെ വാങ്ങിച്ച് ഈ ഏജന്റുമാർക്ക് കൊടുത്ത് ഈ ഏജന്റുമാർ ഇപ്പം മുങ്ങി. ഇപ്പം ഈ അടുത്താണല്ലോ അവർ അറിഞ്ഞു. ഇപ്പം ഈ സഹോദരന് പറ്റിയൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ സ്ഥലമില്ല, കയറി കിടക്കാൻ വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലം മുഴുവൻ കൊടുത്തു. ഇപ്പം അദ്ദേഹം വേറെ നാട്ടിൽ ഈ തൊഴിലുറപ്പ് പോലെയുള്ള ഇല്ലെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ, വിദേശത്തേക്ക് പോകാനുള്ള ആളുകൾ കൃത്യമായിട്ട് അന്വേഷിച്ച് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളിലൂടെ മാത്രമേ പോകാവൂ. ഇല്ലെങ്കിൽ ഇതുപോലെ കണ്ണീരും കയ്യുമായിട്ട് നമ്മൾ നടക്കേണ്ടി വരും. അപ്പം ഞാൻ പറയുന്നത്, ഇതെല്ലാം ഈ നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ളവരെ ചൂഷണം ചെയ്യുന്ന, ഇല്ല അവരെ മുതലെടുക്കുന്ന, അവരെ പറ്റിച്ച് എങ്ങനെയും ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഇടയിലാണ്, എല്ലാവരും അല്ല, വളരെ അപൂർവമായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ജാഗരൂകരായിരിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.